ഓപ്പറേറ്റേഴ്സിൽ ഫസ്റ്റ് പറയണത് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? പ്ലസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലോ ഡിവിഷൻ. അപ്പോൾ നമ്മൾ രണ്ട് വാരിയബിൾസ് റീഡ് ചെയ്തിട്ട് അതിനുള്ള ഏത് ഓപ്പറേറ്ററാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് വിത്ത് എക്സാമ്പിൾ എന്ന് ചോദിക്കാം. അപ്പോൾ സോ എത്രയോ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഇതൊക്കെ അഡീഷന് വേണ്ടി, സബ്ട്രാക്ഷന് വേണ്ടി, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ ഡിവിഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോന്നിൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഫോർ എക്സാമ്പിൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h void main. നമ്മൾ എക്സിനും വൈക്കും 5 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് പ്രിൻ്റ് എഫ് %d, x + y, ദറ്റ് ഈസ് 5 + 5 ഏതാണോ, അതായത് 10 എന്നുള്ള ആൻസർ ആയിരിക്കും ഇവിടെ പ്രിൻറ്റ് ചെയ്താൽ. സോ ഇത് അഡീഷൻ്റെ മാത്രം എക്സാമ്പിൾ. അതുപോലെ നിങ്ങൾ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലോ ഡിവിഷൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്ററിൽ 3 ഓപ്പറേറ്റേഴ്സാണുള്ളത്. ആൻഡ്, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ആ 3 ഓപ്പറേറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ ഇങ്ങനെയാണ് കൊടുക്കുക: ഇഫ് ഏജ് >= 18 ആൻഡ് ഹൈറ്റ് >= മിനിമം ഹൈറ്റ്. നമ്മൾ മിനിമം ഹൈറ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ടാകും. സോ ഈ രണ്ട് കണ്ടീഷനും ഓക്കെ ആയാൽ മാത്രമേ തൊട്ടടുത്ത കണ്ടീഷനിലേക്ക് പോകുള്ളൂ. ദാറ്റ് ഈസ് ലോജിക്കൽ ആൻഡ്. ലോജിക്കൽ ആൻഡിൻ്റെ എന്തൊക്കെ കണ്ടീഷൻസ് ആണോ ലോജിക്കൽ ആൻഡിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം ട്രൂ ആയാൽ മാത്രമേ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഏജ് എന്ന് പറഞ്ഞ വാല്യൂ 18-നേക്കാളും വലുതായിരിക്കണം. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം ഹൈറ്റ് കൊടുത്തിട്ടുണ്ടാവും, അതിനേക്കാളും ഗ്രേറ്റർ ആയാൽ മാത്രമേ, ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ആയാൽ മാത്രമേ നമുക്കിത് പ്രിൻ്റ് ചെയ്യുള്ളൂ. യു ആർ എലിജിബിൾ ഫോർ റൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിസൺ ആണ് അവിടെ നിൽക്കുന്നത്. അതായത് ഡബിൾ ഈക്വൽസ്, നോട്ട് ഈക്വൽ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത്രയും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇറ്റ് x = 5, y = 5 എന്ന് പറഞ്ഞ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. നമ്മൾ പറയുന്നത് ഇഫ് x = y, അതായത് ജസ്റ്റ് കമ്പയർ ചെയ്യാണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂം വൈയുടെ വാല്യൂം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ 5 ആണ്, വൈയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ എന്ന് പ്രിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രം. അതുപോലെ നമുക്ക് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, നോട്ട് ഈക്വൽ ടു, ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈക്വൽ ടു. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ a = 2 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന വാല്യൂ ഇപ്പോഴത്തെ വാരിയബിളിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. സോ എയുടെ വാല്യൂ 2 ആണ്. അതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. എന്തെങ്കിലും വാല്യൂ നമ്മൾ അസൈൻ ചെയ്യും. അപ്പോൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽ ടു ആൻഡ് ഡബിൾ ഈക്വൽ ടു എന്ന് പറയും. സോ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് യൂസ് ടു അസൈൻ എ ഡാറ്റ വാല്യൂ ടു എ വാരിയബിൾ. ഇനി ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതൊരു റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ഇറ്റ് ഈസ് യൂസ് ടു കമ്പയർ ദ വാല്യൂസ് ഇൻ ബോത്ത് വാരിയബിൾസ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് എഴുതണം. ഇനി അടുത്ത ഓപ്പറേറ്ററാണ് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. അതിന് സൈൻ ഓപ്പറേറ്ററാണ്. ++ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ്, -- എന്ന് പറഞ്ഞാൽ ഡിക്രിമെൻറ്റ്. ഇവിടെ a++ എന്നും പറയാം, നമുക്ക് ++a എന്നും പറയാം. a++ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇൻക്രിമെൻറ്റ്, അതായത് ഈ ഒരു വാല്യൂ a കഴിഞ്ഞിട്ട് നമ്മളത് പ്രോസസ്സ് ചെയ്തതിന് ശേഷമായിരിക്കും എയുടെ വാല്യൂ ഒരു വാല്യൂ വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണത്. ഇനി ++a എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി a - ഉണ്ട്, -a ഉണ്ട്, അത് ജസ്റ്റ് ഡിക്രിമെൻറ്റ്, പോസ്റ്റ് ഇൻക്രിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് പോസ്റ്റ് ഡിക്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളാണ് a = 5, b = a++. അതായത് a++ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ എന്താണോ അതിൻ്റെ ഡ്യൂട്ടി, എന്ത് പ്രോസസ്സിംഗ് ആണോ ചെയ്യേണ്ടത് അത് ചെയ്തതിന് ശേഷമേ അത് ഇൻക്രിമെൻ്റ് ചെയ്യുള്ളൂ. സോ ഇവിടെ എയുടെ വാല്യൂ 5 ആണ്. ആ 5 എന്ന് പറഞ്ഞ വാല്യൂ ബിയിലേക്ക് അസൈൻ ചെയ്തതിന് ശേഷം മാത്രമേ എയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എയുടെയും ബിയുടെയും വാല്യൂ എന്താണെന്ന് നമ്മൾ എഴുതണം. സോ എയുടെ വാല്യൂ ആദ്യം 5 ആയിരുന്നു, എന്നിട്ട് ആ വാല്യൂ ബിയിലേക്ക് അസൈൻ ചെയ്തു. സോ ബിയുടെ വാല്യൂ എന്തായി? 5 ആയി. ഓക്കെ, ഇനി അതിനുശേഷം എ ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ 6 ആണ്. സോ ഈ പോസ്റ്റ് ഇൻക്രിമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 6, ബിയുടെ വാല്യൂ 5 ആണ്. ഇനി അതേ സെയിം എക്സാമ്പിൾ പ്രീ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് അസൈൻ ചെയ്യുന്നത്. അതായത് എയുടെ വാല്യൂ 5 ആണ്, ഇവിടെ ++ ചെയ്യണം. അപ്പോൾ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. എയുടെ വാല്യൂ ഇപ്പോൾ 6 ആയി. ആ 6 എന്ന് പറഞ്ഞ വാല്യൂ ബിക്ക് അസൈൻ ചെയ്തു. സോ ഇവിടെ b = 6. സോ ഇതാണ്
പ്രീ ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഇൻക്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് എക്സാമിന് ഇങ്ങനെ ഒരു കോഡ് സ്നിപ്പറ്റ് തരും. ആ കോഡ് സ്നിപ്പറ്റ് തന്നതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനാണ് തരാം. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h void main അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇൻറ്റ് a = 10 b = 100. അപ്പോൾ എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 100 ആണ്. ഇവിടെ രണ്ടും പ്രീയുടെ കാര്യമാണ് പറഞ്ഞേക്കണം. പ്രീ ഇൻക്രിമെൻറ്റ് പ്ലസ് a = എന്താണ്? സോ 10 എന്ന് പറഞ്ഞത് എയുടെ വാല്യൂ ആണ്. എയുടെ വാല്യൂ പ്ലസ് പ്രീ ഇൻക്രിമെൻ്റ് ആണത് പ്രിൻറ്റ് ചെയ്യുക. സോ ആദ്യം എയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും, 10 ആക്കും, എന്നിട്ട് അതാണ് പ്രിൻറ്റ് ചെയ്യുക. അതുപോലെ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 99, അതായത് 1 ഡിക്രിമെൻ്റ് ചെയ്യും, എന്നിട്ടാണത് പ്രിൻറ്റ് ചെയ്യുക. ഇനി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h void main a = 5 എന്ന് കൊടുത്തിട്ടുണ്ട്, b = 8, c 9, ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ പ്രീ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ അത് ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രോസസ്സ് ചെയ്യുക. പോസ്റ്റ് ആണെങ്കിൽ അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് അത് ഇൻക്രിമെൻറ്റ് ചെയ്യുക. സോ ഇവിടെ പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ വർക്കൗട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ d = a++. സോ എയുടെ വാല്യൂ ഇപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്യില്ല, എയുടെ വാല്യൂ 5 എന്നുള്ളത് അവിടെ കൊടുക്കും. എന്നിട്ട് പിന്നെയാണ് നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യുക. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് ആദ്യം എയുടെ വാല്യൂ എന്താണ്? 5 ആണ്, ബിയുടെ വാല്യൂ 8, c = 9, ഡി തന്നിട്ടില്ല, ഡി നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ 5, ഇത് പ്രോസസ്സ് ചെയ്യാൻ 5 എന്ന് പറഞ്ഞ വാല്യൂ എടുത്തതിന് ശേഷമാണ് എ ഇൻക്രിമെൻറ്റ് ചെയ്യുക. സോ 5 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് എ ഇൻക്രിമെൻറ്റ് ചെയ്തു, ദാറ്റ് ഈസ് എയുടെ വാല്യൂ 6 ആയി. ഇനി ബാക്കി എന്താ? ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ദെൻ മൈനസ് ബി. സോ ബിയുടെ വാല്യൂ ആദ്യം ഡിക്രിമെൻറ്റ് ചെയ്യും, ദാറ്റ് ഈസ് 7 ആയി. ആ 7 ആയിരിക്കും ഇവിടെ കൊടുക്കാം. ഇനി അടുത്തത് പ്ലസ്, ദെൻ സിയുടെ വാല്യൂ ദാറ്റ് ഈസ് 9. ഇനി അത് കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ്. അപ്പോൾ ഇത് 9 ഇവിടെ കൊടുത്തതിന് ശേഷമാണ് അത് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ സിയുടെ വാല്യൂ 10 ആയി. സോ ഡിയുടെ വാല്യൂ എന്താണ്? 5 + 7 + 9. എന്താണ് 5 + 7 + 9, 9 + 7, ദാറ്റ് ഈസ് 16, 16 + 5 21. അപ്പോൾ ഡിയുടെ വാല്യൂ 21. ഇതാണ് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യുക. എയുടെ വാല്യൂ 6, 7, 10, 21. ഓക്കെ.